8:30-ക്കുള്ള കുർബാന കഴിഞ്ഞ് തിരിച്ച് എൻ്റെ റെക്ടറി മേടയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മൂമ്മ കടന്നു വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, വേറെ എന്തെങ്കിലും സാധാരണ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാമെന്ന് കരുതി ശ്രദ്ധയോടുകൂടി കേട്ടു പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുകയാണ്, ഇന്നലെ വൈകുന്നേരം എൻ്റെ മരുമകൻ ഭവനത്തിലേക്ക് കടന്നു വരികയും അവിടെ എന്തൊരു ചാക്ക് കെട്ടുപോലൊന്ന് സാധനം കൊണ്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഒരു കൗതുകം എന്ന രീതിയിൽ ഞാനന്ന് രാത്രിക്കാണ് ചെന്ന് നോക്കിയപ്പോൾ 2 കൈ അതിൻ്റെ അകത്ത് കണ്ടു. പെട്ടെന്ന് ഞെട്ടിയിട്ട് അത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൈ കണ്ടിട്ട് ആ കൈ ചെറിയ കുഞ്ഞിൻ്റെ കൈയായിട്ടാണ് എനിക്ക് തോന്നിയതെന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. പിന്നീട് അത് സ്ഥിരീകരിക്കാനായിട്ട് മോളുടെ മകളെ വിളിച്ച് ഒന്നുകൂടി പറഞ്ഞു, നീ അവിടെ ഒരു കെട്ടിരിപ്പുണ്ട്, അന്ന് പോയി നോക്ക് എന്തെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയി നോക്കിയപ്പം അവളും കണ്ടു ഈ 2 കൈകളെയാണ് കണ്ടത് എന്നാണ് അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീട് അവൾ നിലവിളിക്കാനായിട്ട് പോയപ്പോൾ അമ്മമ്മ പറഞ്ഞു, നിലവിളിക്കരുത്, നിലവിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിലാകും, അവർ നമ്മളെയും വന്നിട്ട് കൊല്ലും എന്ന രീതിയിൽ അങ്ങനെയാണ് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭയങ്കര പേടിയോടുകൂടിയാണ് ഇങ്ങനെയുള്ളത്. അത് ആ രാത്രി കഴിച്ചിട്ട് പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, പിറ്റേന്ന് വന്നിട്ട് അച്ഛനോട് പറയാമെന്ന രീതിയിലാണ് ഞാൻ ഇന്ന് അച്ഛൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നത്. പെട്ടെന്ന് എനിക്ക് പന്തികേട് തോന്നി, കാരണം എനിക്കും ഭയം തോന്നി ഇങ്ങനെ, കാരണം ഇത്രയും വലിയൊരു ആധികാരികമായിട്ടൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഫേസ് ചെയ്തത്. പെട്ടെന്ന് പാരീഷ് കൗൺസിലെ 2 പ്രധാനപ്പെട്ട സെക്രട്ടറിയെയും ഖജാൻജിയെയും ഞാൻ വിളിച്ചിട്ട് അവരോടും ഈ അമ്മൂമ്മ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു. അവർക്കും പേടി തോന്നി കേട്ടപ്പോൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തന്നെ CAനെ അറിയിക്കണം, പോലീസിനെ അറിയിക്കണം. അങ്ങനെ നമ്പർ എടുത്ത് തപ്പി CAനെ വിളിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്തു. പുള്ളി പറഞ്ഞു, ഞാൻ കുന്നത്തുകാലിൽ നിന്ന് വരികയാണ്, അപ്പോൾ ആ സ്പോട്ട് പറഞ്ഞു തന്നാൽ ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞു.